ഇന്ന് ഞാനൊരു കുട്ടി ഗാർഡൻ ടൂറാണ് കാണിക്കുന്നത്. ഗാർഡൻ ടൂറല്ല, നമ്മുടെ വിൻ്ററിന് വേണ്ടി അത്യാവശ്യം തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. രാവിലെ തന്നെ ആശാൻ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവാണ്. ഇവിടെ മൊത്തം ഞാൻ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. സമ്മറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ അവിയൽ പോലെ വാരി ഇട്ടേക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കുറേ ചെടിച്ചട്ടികളൊക്കെ നമുക്ക് ഒരു ഫ്രണ്ട് തന്നതായിരുന്നു ഈ ഒരു സ്റ്റാൻഡ്. അതിൻ്റെ മുകളിലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചട്ടികൾ മാത്രമേ സെറ്റായിട്ടുള്ളൂ, കുറച്ച് ചെടികളൊക്കെ തന്നെ നട്ടിട്ടുള്ളൂ. ഇത് ചിറ്റമൃത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനങ്ങൾ നടുന്നത് കാണിക്കും, പിന്നെ അപ്ഡേറ്റ് ഒന്നും അധികം കാണിക്കാറില്ല. ചിറ്റമൃത് 4 നട്ടു, 4 രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഈ മൾബറിയൊക്കെ ലാസ്റ്റ് ഇയർ നമ്മൾ വെറുതെ കമ്പ് കുത്തിയതാണ്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് സെറ്റാക്കിയിരിക്കുന്നത്. അത്യാവശ്യം ഞാൻ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തു. ഇപ്പോൾ ഈ മിൻ്റൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നട്ടു. പിന്നെ കുറച്ച് വെണ്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടു. ഈ വാഴ നമ്മൾ ഈ ഇടയ്ക്ക് ഇളക്കി നട്ടതാണ്. ഇത് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കിളിർത്ത് വന്ന ഒരു എലന്തമരമാണ്. ലാസ്റ്റ് ഇയർ കിളുത്താണ്, സംഭവം രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വേപ്പ് മരം നിൽപ്പുണ്ട്, അതിൻ്റെ താഴെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് മുളക് തൈ, പിന്നെ എന്താണ് കരിമ്പ്, ഇതൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നാരകമൊക്കെ എനിക്ക് ഒരുവിധം എല്ലാം തനിയെ കിളിർക്കുന്നതാണ്. ഞങ്ങളെല്ലാ കുരുവും ഇങ്ങനെ പറമ്പിലോട്ട് ഇടുന്ന കാരണം അങ്ങനെയൊക്കെ കിളിർത്ത് വരുന്നുണ്ട്. പിന്നെ പയറൊക്കെ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന പയർ തന്നെ ഒരു ദിവസം വെള്ളത്തിലിട്ടിട്ട് വെറുതെ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ കിളിർത്ത് വരലുണ്ട്. അപ്പോൾ അതൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തും ഒക്കെ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പായിരുന്നു. പക്ഷേ ഞാൻ ഇതിൽ മൊത്തം ചീര നട്ടു കൊടുത്തു. എൻ്റെ പോട്ടി മിക്സിന് വളം കൂടുതൽ കൊണ്ടാന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊക്കെ തന്നെ രക്ഷപ്പെട്ട് കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ പോകുന്നുണ്ട്. അത് പിന്നെ നമുക്ക് രണ്ടാമത് ഇനിയും നടൽ മത്സരം നടക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായി വന്നോളും. പിന്നെ ഈ ഭാഗത്ത് നമ്മുടെ കോഴിക്കോട് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. രാവിലെ തന്നെ എല്ലാവരും അലറി വിളിച്ച് നിൽക്കുകയാണ്. ഈ ഭാഗം ശരിക്കും ഞാൻ കാര്യമായിട്ടൊന്നും യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഒന്നാമത് ഇവിടുത്തെ മണ്ണ് മൊത്തത്തിൽ ഈ കോഴിക്കാരുമായിട്ടൊക്കെ മിക്സായിട്ട് ആകെ മൊത്തം ചൂടാണ്. അപ്പോൾ ഞാനിതൊരു കമ്പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മണ്ണൊക്കെ മിക്സാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വെച്ചേക്കുവാണ്. പിന്നെ കുറേശ്ശെ മണ്ണൊക്കെ നിറയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഷെയ്ഡ് ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല, വാഴയ്ക്ക് വേണ്ടി ലാസ്റ്റ് ഇയർ ഇട്ട ഷെയ്ഡാണ്. അപ്പം ഇവിടേക്ക് വെയിലും അടിക്കുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് മിക്സാക്കിയൊക്കെ ഇട്ടിരിക്കുന്നുള്ളൂ. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ കുറച്ച് പീച്ചിങ്ങ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത്യാവശ്യം കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുഞ്ഞു ചട്ടികളിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പകുതിയൊക്കെ കിളിർത്തു, ബാക്കിയുള്ളവരൊക്കെ കിളിർക്കും എന്ന് തോന്നുന്നുണ്ട്. ഇത് വയൽച്ചീരയാണ്, ഞാൻ ഇടയ്ക്ക് നടുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്ഷീണിച്ച് നിൽക്കുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് അത്യാവശ്യം കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുമൊക്കെ പീച്ചിങ്ങയാണ്.